വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം കാര്യഗൗരവത്തോടെ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജാഗ്രതയുള്ളവരായിരിക്കാനാണ് ഈശോ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. കാരണം ശത്രുക്കൾ ചുറ്റുമുണ്ട്. ഏത് വിധത്തിലും നമ്മൾ തിന്മയിലേക്കും പാപത്തിലേക്കും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾക്കും അടിമപ്പെട്ടു പോകാം. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച നമുക്ക് അനുഭവപ്പെടാം. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഈ മൺപാത്രത്തിലാണ് ഈ നിധി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക. നമുക്ക് കിട്ടിയ ഈ ആത്മീയ സമ്പത്ത്, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ ദൈവവുമായിട്ടുള്ള നിലനിൽക്കുന്ന ഈ ഊഷ്മളമായ ബന്ധം, അത് തകർന്നു പോകുവാൻ ഏത് നിമിഷവും സാധിക്കും. എപ്പോൾ വേണമെങ്കിലും തിന്മയ്ക്കതിനെ തകർത്ത് കളയാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തോടും സഭയോടും സമൂഹത്തോടും എൻ്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചു പോവുക, ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉള്ളവരാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, നല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികൾ, അവർ ജീവിക്കുന്ന സ്ഥലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വൃത്തിയും വെടിപ്പുമുള്ള മുറിവുകളും അടുക്കും ചിട്ടയുമുള്ള ജീവിതവും. അങ്ങനെ ഭവനത്തിൽ ഒന്നാകെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും. ഇത് അവരുടെ ആധ്യാത്മിക ജീവിതത്തിലും ഉണ്ടാവും. ഇത് അവരുടെ എല്ലാ കാര്യങ്ങളിലും, സംസാരത്തിലും പ്രവൃത്തിയിലും, അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈ അടുക്കും ചിട്ടയും ഉണ്ടാകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്ത് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ആവശ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിലും എനിക്ക് ജീവിക്കാം, അല്ലെങ്കിൽ അവയെ നിസ്സാരമായി കരുതിക്കൊണ്ട് എനിക്ക് ജീവിക്കാം. എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ എൻ്റെ ആത്മീയ കാര്യങ്ങൾ, സമയം കിട്ടിയാൽ പ്രാർത്ഥിക്കും, സമയം കിട്ടിയാൽ പള്ളിയിൽ പോകും, ഒത്തെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല, ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങി എന്ന് വരും. അപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ പോകുന്നില്ല. ഒന്നിനും കൃത്യനിഷ്ഠയില്ലാത്ത ഒരു ജീവിതം, അതൊരു കുത്തഴിഞ്ഞ ജീവിതമാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ പുറമേ കണ്ടാൽ നല്ല കുടുംബം, നല്ല മനുഷ്യൻ, പക്ഷേ അവൻ്റെ ആധ്യാത്മിക ജീവിതം മുഴുവനും താറുമാറായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഇടവകയിൽ ഒരു ധ്യാനം നടത്തുമ്പോൾ ഇടവക സമൂഹം മുഴുവനും ധ്യാനത്തിൽ പങ്കെടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പം ഇടവകയിൽ ധ്യാനം നടത്തുമ്പോൾ ധ്യാനത്തിൽ പങ്കെടുത്തോ, ഇപ്പം എല്ലാ വ്യക്തികളും എല്ലാ സമയവും എല്ലാ ദിവസവും വന്നോ നമുക്ക് അത്ര ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ധ്യാനത്തിൽ പങ്കെടുത്തോ എന്ന് ധ്യാനത്തിന് ശേഷം ചോദിക്കുമ്പോൾ 2 ദിവസം വന്നു, അല്ലെങ്കിൽ 1 ദിവസം വന്നു, അര ദിവസം വന്നു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ 1 ദിവസം മാത്രം വന്നു, പിന്നൊന്നും വന്നേയില്ല. അപ്പം ബാക്കി ദിവസങ്ങളിൽ എന്തുകൊണ്ട് വന്നില്ല? ഒരു യാത്രയ്ക്ക് പോകേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിസ്സാര കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കില്ല. മാറ്റി വയ്ക്കാൻ പറ്റുന്ന യാത്രകളെ മാറ്റാനായിട്ട് പറ്റുന്നില്ല. നോമ്പെടുക്കുന്നുണ്ടോ? പള്ളിയിൽ പോകുന്നുണ്ടോ? സാധിക്കുന്നില്ല. നോമ്പെടുത്തിരുന്നു, പകുതിക്കൽ വെച്ച് അത് മുറിഞ്ഞുപോയി. കൃത്യമായി കുദാശകൾ സ്വീകരിക്കാറുണ്ടോ? അതും നഷ്ടപ്പെട്ടു. എന്തിനാ എന്നും കുമ്പസാരിക്കുന്നത്? അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാപമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന, അവരുടെ സംസാരത്തിൽ നിന്ന് ലഭിക്കുന്ന പശ്ചാത്തലങ്ങൾ. അപ്പനും അമ്മയും പ്രായമായി വിശ്രമിക്കുന്നവരാണ്, അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണ്. അവരെ കാണാനായിട്ട് പോവാറുണ്ടോ? അവരെ അന്വേഷിക്കുവാറുണ്ടോ? അവരെ സ്നേഹിക്കാനും അവരോട് കൂടെ അല്പസമയം ആയിരിക്കുവാനും സമയം കണ്ടെത്താറുണ്ടോ? സമയം കിട്ടാറില്ല അച്ഛാ, അല്ലെങ്കിൽ ലീവ് കിട്ടാറില്ല, പോകാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം ഒക്കെ കഴിഞ്ഞിട്ട് ഒട്ടും സമയം കിട്ടാറില്ല. കാരണം എന്താണ്? തീരെ സമയമില്ല. കാരണം ഈ കാര്യങ്ങളൊന്നുമല്ല അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെയുള്ളവരെക്കുറിച്ച്, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരെക്കുറിച്ച്, വ്യക്തമായ ജീവിതത്തിൽ ഒരു ശൈലിയില്ലാത്തവരെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്?
ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? കാരണം ഈ തലമുറ മുഴുവനും ഇങ്ങനെയാണ്. ഒരാളും രണ്ടാളും മാത്രമല്ല, അല്ലെങ്കിൽ കുറച്ചുപേര് മാത്രമല്ല, ഈ തലമുറ മുഴുവനും മുഴുവനും എങ്ങനെയാണ്? എന്തിനോടാണ് ഞാനിതിനെ ഉപമിക്കേണ്ടത്? അത് ഉപമിക്കേണ്ട ഈശോ പറയുന്ന ഉപമ ഇതാണ്: ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യേശുവും സ്നാപയോഹന്നാനും മാനസാന്തരത്തിൻ്റെ സന്ദേശവുമായി വന്നപ്പോൾ അവർ യേശുവിനെതിരെയും സ്നാപയോഹന്നാനെതിരെയും ഉപയോഗിച്ച ചില മാർഗങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്. യേശുവിൻ്റെ കാലത്ത് ആ തലമുറയിൽ പ്രധാനമായിട്ടും കുട്ടികൾ കളിക്കാറുണ്ടായിരുന്നു. തെരുവുകളിലിരുന്ന് ഒരു കൂട്ടം കുട്ടികളെല്ലാവരും ചേർന്ന് കളിക്കുമ്പോൾ അവർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് അവർ വിവാഹച്ചടങ്ങും മൃതസംസ്കാര ചടങ്ങുമാണ് പ്രധാനമായിട്ടും അവർ അഭിനയിച്ച് കളിക്കുക. ഇങ്ങനെ അഭിനയിച്ച് കളിക്കുന്ന ഈ കുട്ടികൾ അവർ ചിലപ്പോൾ അവർ കുഴലൂതും. അപ്പോൾ ഒരു ഗ്രൂപ്പ് നൃത്തം ചെയ്യും, മറ്റൊരു ഗ്രൂപ്പ് വിലാപഗാനം ആലപിക്കും. മൃതസംസ്കാര ചടങ്ങുകളെ അനുസ്മരിപ്പിക്കുന്ന ആ കളികൾ നടത്തുമ്പോൾ അപ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും? മാറത്തടിച്ച് വിലപിച്ച് കരയും. അപ്പോൾ ചിലപ്പോൾ ഇവർ ഈ കളികളെല്ലാം തെറ്റിക്കും. ഈശോ പറയുന്നത് ഈ ഉപമയിൽ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, അപ്പോൾ കുഴലൂതിയപ്പോൾ നൃത്തം ചെയ്യേണ്ടവർ ചെയ്തില്ല. അവർ ആ കളിയുടെ നിയമങ്ങൾ പൂർണ്ണമായും അവർ തെറ്റിച്ചു കളഞ്ഞു. ഒരു കൂട്ടർ വിലാപഗാനം ആലപിച്ചു, അപ്പോൾ മറ്റു കൂട്ടർ വിലപിക്കേണ്ടതായിരുന്നു, ദുഃഖിച്ച് കരയുന്നതായിട്ട് അവർ അഭിനയിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ അഭിനയിച്ചില്ല. കാരണം ആ കളിയുടെ നിയമങ്ങളൊന്നും അവർക്കറിയില്ല, അവർ പൂർണ്ണമായും തെറ്റിച്ചു. ഇങ്ങനെ ചന്തസ്ഥലത്തിരുന്ന് വെറുതെ പറയുന്ന, ഒരു ഉത്തരവാദിത്വവുമില്ലാതെ കളികളിലും ആ കളികളുടെ നിയമം പോലും അറിയാൻ പാടില്ലാത്ത കൊച്ചുകുട്ടികൾ പെരുമാറുന്നത് പോലെ പെരുമാറുന്ന ഒരു തലമുറയാണ് ഈ തലമുറ എന്ന് ഈശോ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിലേക്ക് നോക്കിയാലും ഒരുപക്ഷെ ഇതിനേക്കാൾ കുറേ കൂടെ വഷളായ ചില രീതികളാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ തലമുറ ഈ തെരുവിലിരുന്ന് ഇത്തരത്തിൽ വിളിച്ചു പറയുന്ന ഈ കുട്ടികൾക്ക് സമാനമാണ് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ തലമുറയെക്കുറിച്ചും നമ്മൾ ഓർമ്മിക്കുകയും ഇത്രത്തോളം ഉത്തരവാദിത്വമില്ലാത്തവരും കാര്യഗൗരവമില്ലാത്തവരുമായി നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയും വേണം. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ, എൻ്റെ ആധ്യാത്മിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ, എൻ്റെ കൂദാശകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞാൻ എത്രത്തോളം കാര്യഗൗരവം ഉള്ള വ്യക്തി ആണ്, എത്രത്തോളം ഗൗരവം എനിക്കുണ്ട്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ എത്രത്തോളം ഗൗരവം എനിക്കുണ്ട്. അപ്പോൾ അവരുടെ കളികൾ പ്രധാനമായിട്ടും ഇത്ര ഉഴപ്പിക്കളിക്കുന്ന കളികളായിരുന്നു. ഇതൊന്നും കൃത്യമായിട്ട് നിർവചിക്കുവാനായിട്ട് ആ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തെ തന്നെ, ആ കളികളെ തന്നെ അലങ്കോലപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കളിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഉചിതമായി കളിക്കണം. ഏത് കളി കളിച്ചു പോലും ഉചിതമായി അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് കളിക്കണം. പക്ഷേ കളിയുടെ നിയമങ്ങളും ആ കുട്ടികൾ പാലിക്കുന്നില്ല. കുട്ടികൾക്ക് അവരുടെ തന്നെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല, ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്കറിയത്തില്ല. യേശുവിൻ്റെ കാലത്തെ ജനവും ഇത്തരത്തിൽ പെരുമാറുന്നവരായിരുന്നു. നമ്മുടെ ഈ തലമുറയിലെ ജനവും ഇത്തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ കളിയിലെ കാര്യങ്ങളൊക്കെ, പക്ഷേ മുതിർന്നവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ കുഞ്ഞുങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നവരാണ് പലപ്പോഴും നമ്മളും. സ്നാപയോഹന്നാനും യേശുവും അനുതപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് വന്നത്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, അതായിരുന്നു യേശുവിൻ്റെയും ആഹ്വാനം. പക്ഷേ ദൈവപുത്രൻ തന്നെ വന്ന് അനുതപിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അനുതപിക്കാതെ സുവിശേഷ സത്യങ്ങളെ അവരുടെ മുമ്പിൽ യേശു അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ അത് ഗൗരവമായി സ്വീകരിക്കാതെ അത് തമാശക്കളിയായി എടുത്ത്
യേശുവിൻ്റെ ജീവിതത്തെ കുറ്റം പറഞ്ഞ ഒരു ഫരിസയ നിയമജ്ഞ യഹൂദ സമൂഹത്തെ പോലെ തെറ്റിലേക്ക് പോയ ഒരു സമൂഹം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ആ സമൂഹം അന്ന് തെറ്റിലേക്ക് പോയതുപോലെ നമ്മുടെ സമൂഹവും ഇന്ന് തെറ്റായ ജീവിതശൈലികളിലേക്ക് പോവുകയാണ്, കാര്യഗൗരവമില്ലാതെ എന്ന് നമ്മൾ ഓർമ്മിക്കാം. നമ്മുടെ ജീവിതത്തിലും വരാം ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളെങ്കിലും. സ്നാപകയോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിട്ടാണ് വന്നത്. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. മരുഭൂമിയിലാണ് അവൻ ജീവിച്ചത്. അവനെക്കുറിച്ച് അവർ പറഞ്ഞു, പിശാച് ബാധിതനായ മനുഷ്യൻ. തീവ്രമായ താമസത്തിൻ്റെ ജീവിതശൈലിയായിരുന്നു സ്നാപകയോഹന്നാൻ്റേത്. കഠിനമായ തപശ്ചര്യകളായിരുന്നു സ്നാപകയോഹന്നാൻ്റേത്. പക്ഷേ അവൻ അത്രത്തോളം ശക്തനായിരുന്നു വാക്കിലും പ്രവൃത്തിയിലും. ഇതെല്ലാം കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ മനുഷ്യൻ പിശാച് ബാധിതനാണ്. എന്നാൽ യേശു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ വ്യക്തിയായിട്ട് ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിട്ട് വന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ജീവിച്ചു, അവരോടൊത്ത് ഭക്ഷണം കഴിച്ചു, അവരെയും സ്നേഹിച്ചു. അപ്പോൾ യേശുവിനെയും അവർ കുറ്റപ്പെടുത്തി, ഭോജനപ്രിയനും ഭക്ഷണകാര്യങ്ങളിൽ താല്പര്യമുള്ളവനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. സ്നാപകയോഹന്നാൻ അങ്ങേയറ്റം താപസനായി വന്നപ്പോൾ അത് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു, എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചു. യേശുവിനെയും സ്നേഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എല്ലാത്തിലും അവർ കുറ്റം മാത്രമേ കാണുന്നുള്ളൂ. ഒരു നന്മയും സ്നാപകയോഹന്നാൻ്റെ ജീവിതത്തിലും അവർ കാണുന്നില്ല, യേശുവിൻ്റെ ജീവിതത്തിലും കാണുന്നില്ല. ഒരു വാക്കുപോലും യേശുവിനെക്കുറിച്ച് നല്ലത് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ തലമുറയാണ് തെരുവിലിരുന്ന്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചെങ്കിലും വിലപിച്ചില്ല എന്ന് പറയുന്ന കാര്യഗൗരവമില്ലാത്ത കുട്ടികൾക്ക് സമാനമായ ഒരു തലമുറ, ജീവിക്കുന്ന ഒരു തലമുറ. സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം പറയുന്നു, നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ, വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് എന്ന് സഭാപ്രസംഗൻ ചോദിക്കുന്നു. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ, വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? ദൈവത്തെ പ്രകോപിപ്പിക്കുകയും ദൈവത്തെ പ്രകോപിപ്പിച്ച് നീ അധ്വാനിച്ചുണ്ടാക്കിയതുപോലും നഷ്ടമാക്കി കളയാൻ, അങ്ങനെ ദൈവം തകർത്ത് കളയുന്നതിന് നീ എന്തിന് ഇടയാക്കണം എന്നാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം ചോദിക്കുന്നത്. സ്നാപകയോഹന്നാൻ താപസൻ്റെ ശൈലിയിലും വേഷത്തിലുമാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. പിശാച് ബാധിതനെന്ന് അവർ മുദ്രകുത്തി. യേശു ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു, അതും അവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇതിലും കൂടുതൽ എന്താണ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്? അതും അവർക്ക് അറിഞ്ഞുകൂടാ. ഒന്നിനും സമ്മതിക്കാത്ത ഒരു അവസ്ഥ, ദൈവത്തെ മാനിക്കാത്ത, ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കാത്ത, ദൈവപുത്രൻ്റെ ജീവിതത്തെ മാനിക്കാത്ത ഒരു അവസ്ഥ. യഹൂദരബിമാർ മുഴുവൻ നിയമം പിഞ്ചില്ലെന്നതിന് ക്ഷണിക്കുമ്പോൾ യേശു തന്നെ പിഞ്ചെല്ലാനാണ് യേശു നമ്മളെ ക്ഷണിക്കുന്നത്. യേശുവിനെ പിഞ്ചെല്ലുന്നവരാരും തെരുവിലെ കുട്ടികൾ ചെയ്യുന്ന അതേ പ്രവൃത്തി ചെയ്യുകയില്ല. യേശുവിനെ പിഞ്ചെല്ലുന്നവർക്കെല്ലാം ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തിൻ്റെ കഥ പറയാൻ ഉണ്ടാകും. സ്നാപകയോഹന്നാൻ എന്തിനാണ് അങ്ങനെ ജീവിച്ചത്? തീവ്രമായ തപസ്സിൻ്റെ മനുഷ്യനായിട്ട്. അവൻ അങ്ങനെയാണ് എങ്കിലും കാറ്റത്തിളകുന്ന ഞാങ്ങണ പോലെ ആയിരുന്നില്ല അവൻ. യോഹന്നാൻ നല്ല ഉറച്ച മനുഷ്യനായിരുന്നു. അവൻ്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ ശക്തമായിരുന്നു. കീറിമുറിക്കുന്നത് പോലെ അവൻ സംസാരിച്ചു. ഹെറോദോസ് രാജാവിൻ്റെ മുഖത്ത് നോക്കി, ആരും രാജാവിൻ്റെ മുഖത്ത് നോക്കി രാജാവിനെ വിമർശിക്കാൻ, രാജാവിൻ്റെ വഴി തെറ്റാണ് എന്ന് പറയാൻ ആരും തന്നെ മുതിരാറില്ല. പക്ഷേ സ്നാപകയോഹന്നാൻ തൻ്റെ തപസ്സിൻ്റെയും തൻ്റെ ആ പ്രായശ്ചിത്ത ജീവിതത്തിൻ്റെയും
ആ കഠിനമായ ആ തീവ്രമായ തപസ്സിൻ്റെ മനുഷ്യനായതുകൊണ്ട് രാജാവിൻ്റെ മുഖത്ത് വരെ നോക്കി അവനെ കുറ്റപ്പെടുത്തുവാൻ ഈ സ്നാപയോഹന്നാന് സാധിച്ചു. സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല എന്ന് സ്നാപയോഹന്നാന് ഹെറോദോസിനെ നോക്കി പറയാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ പറയാൻ കഴിഞ്ഞത് അവൻ്റെ തീവ്രമായ തപസ്സിൻ്റെ അല്ലെങ്കിൽ ആ താപസ ജീവിതത്തിൻ്റെ ഫലമായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഉറച്ച ആധ്യാത്മികത, നമ്മുടെ ജീവിതത്തിലെ ഉറച്ച നിലപാടുകൾ ആരുടെ തെറ്റിനെയും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കരുത്ത് നൽകും. സ്നാപയോഹന്നാൻ താപസനായിട്ട് ജീവിച്ചു. സ്നാപയോഹന്നാൻ കരുത്തുള്ളവനായി തീർന്നു. കാരണം സ്വർഗം കൊടുത്ത ഒരു ധീരത അവന് ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതം കൊണ്ട് സ്വർഗം അവന് കൊടുത്തതാണ് ആ ഒരു കൃപ. നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വേഗം ചുളിപ്പോകും. നമ്മളെക്കാൾ അല്പം മുതിർന്നവർ അല്ലെങ്കിൽ അല്പം വലിയവരോട് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പലപ്പോഴും നമ്മൾ മുതിരാറില്ല. കാരണം നമുക്ക് അവരോടുള്ള അമിതമായ ഭക്തി അല്ലെങ്കിൽ അമിതമായ ഭയം. ഒരു തരത്തിലും ആർക്കെതിരെയും സംസാരിക്കാൻ നമുക്ക് ശക്തിയില്ല. കാരണം എന്താണ്? സ്നാപയോഹന്നാൻ്റെ താപസിൻ്റെ ജീവിതം പോലെ ഒരു ഉറച്ച ജീവിതം, ആ ഒരു ജീവിതത്തിൻ്റെ ഉറപ്പ് നമുക്കാർക്കും ഇല്ലാത്തതാണ്. നമുക്കത് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം എല്ലാ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവം ആഗ്രഹിച്ചതുപോലെ പറഞ്ഞവരാണ്. സ്നാപയോഹന്നാൻ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയാൻ സ്വർഗത്തിൽ നിന്ന് അവന് ലഭിച്ച ഒരു ധീരതയും അഭിഷേകവും ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്വർഗം നമ്മളെ ശക്തിപ്പെടുത്തും, സ്വർഗം നമ്മെ വളർത്തും ധീരതയോടെ ജീവിക്കുവാൻ. കാറ്റത്ത് ഉലയുന്ന ഞാങ്ങണയ്ക്കൊരു പ്രത്യേകത, അതെങ്ങോട്ടും ഉലഞ്ഞിരിക്കും. അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ അതല്ല ക്രിസ്തീയ ജീവിതം എന്ന സ്നാപയോഹന്നാൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ മുഴുവനും ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ചുവയുണ്ട്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ചുവയുണ്ട്. നമ്മുടെ നേരെ ആരും തോക്ക് ചൂണ്ടി നമ്മളെ വെടിവെച്ച് കൊല്ലാറില്ല. നമ്മുടെ ആരുടെയും കഴുത്ത് മുറിക്കുന്ന ഒരു സാഹചര്യം, വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടിൽ നമുക്കില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു രക്തസാക്ഷിത്വത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വിശ്വാസത്തിൻ്റെ മേഖലയിലെ ഒരു രക്തസാക്ഷിത്വം. നമുക്ക് നേരിട്ട് രക്തസാക്ഷിത്വത്തിന് സാധ്യത ഇല്ല എങ്കിൽ പോലും ഈ വിശ്വാസത്തിൻ്റെ മേഖലയിലെ രക്തസാക്ഷിത്വത്തിന് നിത്യവും നമ്മൾ തലകുനിച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കേണ്ടവരാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ 11-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കാൻ കാപ്പിരികളുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ട് യേശുവിന് വേണ്ടി രക്തസാക്ഷിയാവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വിശുദ്ധയാണ് 11-ാമത്തെ വയസ്സിൽ. പക്ഷേ അവൾക്കതിന് സാധിച്ചില്ല. പക്ഷേ അവളുടെ ജീവിതത്തിൽ അവൾ വലിയൊരു വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് അവൾ തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ പാപസ്വാധീനമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. നിത്യവും ഒരുപിടി പാപസാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഈ പാപസ്വാധീനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പാപസ്വാധീനങ്ങൾ ഉപേക്ഷിക്കുക എന്നതും ഈ സ്വാധീനങ്ങളിൽ പെടാതിരിക്കാനും നമുക്ക് ഒരു കരുത്ത് ആവശ്യമാണ്. ഇതൊന്നും വേണ്ടെന്ന് വയ്ക്കുവാനുള്ള ഒരു കരുത്ത്. അപ്പോൾ ഈ പാപസാഹചര്യങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന പാപത്തിൻ്റെ ചില കൂടാരങ്ങളിൽ നിത്യമായി വസിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടാകും. പക്ഷേ അത് വേണ്ട എന്ന് വയ്ക്കേണ്ടി വരുന്നത് അതൊരു രക്തസാക്ഷിത്വത്തിന് തുല്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ഥിരമായി മദ്യപിച്ച ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അവൻ മദ്യപാനം നിർത്തി ഇനി ഞാൻ മദ്യപിക്കാതെ ജീവിക്കും എന്ന് അവൻ തീരുമാനിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അവനൊരു കല്യാണ സദ്യയ്ക്ക് പോയി, ഒരു ആദ്യ കുർബാനയുടെ ചടങ്ങിന് പോയി, അല്ലെങ്കിൽ ഒത്തുകല്യാണത്തിന് പോയി, ഒരു മാമോദിസയ്ക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവന് വീണ്ടും കുടിക്കുവാനുള്ള സാഹചര്യങ്ങൾ, മദ്യപിക്കുവാനുള്ള ഒരു സാഹചര്യം അവൻ്റെ മുമ്പിൽ വരും. അല്പം കഴിക്കുക, ഒരു പെഗ് കഴിക്കുക എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിക്കും. അങ്ങനെ അവനെ നിർബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ വീണു പോകാം. അപ്പോൾ ആ സാഹചര്യത്തിൽ അവൻ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകും. പക്ഷേ അവൻ ആ സാഹചര്യം വന്നപ്പോൾ ഇല്ല, ഞാൻ മദ്യപിക്കില്ല, ഞാനത് പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ് എന്നവൻ തീരുമാനിച്ച്
അവൻ എടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അവൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും അവൻ അത് ഉപേക്ഷിക്കുമ്പോൾ അവിടെ ഒരു രക്തസാക്ഷിത്വം അവനുണ്ട്. കാരണം അവൻ ശീലിച്ചു വന്ന ഒരു പാപത്തെ വീണ്ടും അവൻ്റെ മുമ്പിൽ അതിൻ്റെ സാഹചര്യങ്ങൾ വന്നപ്പോൾ അവൻ അത് ഉപേക്ഷിക്കുന്നത് ഒരു രക്തസാക്ഷിത്വത്തിന് തുല്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രക്തസാക്ഷിത്വങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിവിധ പാപ സാഹചര്യങ്ങളിൽ, വിവിധ ജീവിത മേഖലകളിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ സ്ഥിരമായി കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അവൻ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തി ഇനിമേലിൽ ഞാൻ കൈക്കൂലി വാങ്ങില്ല, കൈക്കൂലി വാങ്ങാതെ ജീവിക്കുമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന അവൻ്റെ മുമ്പിലേക്ക് വലിയ വലിയ തുകകൾ പലവിധ കാരണങ്ങളാൽ പലവിധ സാഹചര്യങ്ങളിൽ അവൻ്റെ മുമ്പിൽ വരാം. അങ്ങനെ വരുമ്പോൾ അവനൊരു വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു തിന്മയുടെ സാഹചര്യം വീണ്ടും വരികയാണ്. അവൻ കണ്ടാൽ കൊതി തോന്നുന്ന വിധത്തിൽ അവന് ചില ആകർഷണങ്ങളും കൈക്കൂലിയും അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ അവനവിടെ ഞാനിത് ഉപേക്ഷിച്ചതാണ്, ഇനി ഞാനിതിലേക്ക് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ആ വിശുദ്ധ ജീവിതത്തിൽ അവൻ ഉറച്ചു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാതെ ആ ഒരു പ്രവൃത്തിയെ അവൻ വെറുത്ത് ജീവിക്കുമ്പോൾ അവൻ അവിടെ ഒരു രക്തസാക്ഷിത്വം ഉണ്ട്. ഇത്തരത്തിലുള്ള രക്തസാക്ഷിത്വത്തിലൂടെ നിത്യവും കടന്നു പോകേണ്ടവരാണ് നമ്മൾ എന്നുള്ള കാര്യം ഓർക്കണം. വിശ്വാസ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള രക്തസാക്ഷിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മളെ നയിക്കുമ്പോൾ അവിടെയൊക്കെ ഞാൻ രക്തസാക്ഷി ഉള്ളവനാണ് അല്ലെങ്കിൽ രക്തസാക്ഷി ആകാൻ ഉള്ളവളാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഏതൊരു പാപവും ചെയ്ത് ജീവിച്ചവന് അത് ഉപേക്ഷിക്കുക എന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു വലിയ മഹത്വം അതിനകത്തുണ്ട്. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മീയ കാര്യങ്ങളും ജഡിക താല്പര്യങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണ്. അപ്പോൾ ഈ പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നന്മ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. എപ്പോഴും ആധ്യാത്മിക കാര്യങ്ങളിൽ നമ്മൾ മുൻതൂക്കം നൽകുമ്പോൾ നമുക്കതിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. എഫെസോസ്യർക്കുള്ള ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എങ്ങനെ നമ്മൾ ഈ സാഹചര്യത്തെ ജയിക്കും എന്ന്. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുക. അങ്ങനെ യുദ്ധസന്നദ്ധരായി ജീവിക്കുവാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെ അങ്ങയുടെ വചനങ്ങളെ മാനിച്ച് ജീവിക്കുവാൻ എപ്പോഴും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ജീവിതം നയിക്കുവാൻ തക്കവിധം അമ്മ ഞങ്ങളെ കരുത്തുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.